യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് 10 ഉപാധികളാണ് ഇറാൻ ഇപ്പോൾ മധ്യസ്ഥർ മുഖാന്തരം മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ 15 ഉപാധികൾ തള്ളുകയും തങ്ങളുടെ 10 ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ തങ്ങൾ വെടിനിർത്തലിന് അല്ലെങ്കിൽ യുദ്ധവിരാമത്തിന് തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി തന്നെ ഇറാൻ മധ്യസ്ഥർ എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് 3 രാജ്യങ്ങളാണ് ഇതിന് മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നത്. അവരോട് ഔദ്യോഗികപരമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം ഈ 10 നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത്. അതിൽ പ്രധാനമായിരിക്കുന്ന ഒന്ന് ആദ്യം പറഞ്ഞ താൽക്കാലിക വെടിനിർത്തലിന് തങ്ങളില്ല, സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാം. അതേക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അതിന് അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കുക, അത് അംഗീകരിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത് അവരൊരു ഗ്യാപ്പ് വെക്കും. അത് ഒരാഴ്ചയായിരിക്കും, 15 ദിവസമെങ്കിൽ ഒരു മാസമായിരിക്കും. ഈ ഒരു മാസത്തിനുള്ളിൽ അവർ സൈനികപരമായിരിക്കുന്ന ശക്തി വീണ്ടും കൂട്ടുകയും ആയുധങ്ങൾ വിന്യസിക്കുകയും അങ്ങനെ പുതിയൊരു യുദ്ധത്തിനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. അത് തങ്ങൾ അംഗീകരിക്കുക. അതാണിപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് അവർ പറയുന്നതും അതിൻ്റെ വിവരണങ്ങൾ പുറത്തു വിടുകയും ചെയ്തത്. രണ്ടാമത്തത്, ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുകയില്ല എന്നുള്ളത് അമേരിക്ക അല്ലാത്ത രാജ്യങ്ങൾ ഉറപ്പു തരണം. ഏകദേശം 5 മുതൽ 10 രാജ്യങ്ങളെങ്കിലും ലോകാടിസ്ഥാനത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ തങ്ങൾക്ക് ഉറപ്പ് തരണം ഇനി ഒരിക്കലും ആക്രമിക്കുക. കാരണം 2025 ആക്രമിച്ചിട്ടുണ്ട്, 2026 ആക്രമിച്ചിട്ടുണ്ട്, 2027 ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. തങ്ങളുടെ രാജ്യത്തിലെ ജീവിത നിലവാരവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും സാമ്പത്തിക വിഷയങ്ങളും തൊഴിൽ ഇടങ്ങളും എല്ലാം സർവ്വ മേഖലയും ബാധിക്കുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഉറപ്പ് തങ്ങൾക്ക് വേണ്ട, മറ്റു ലോക രാജ്യങ്ങൾ തങ്ങൾക്ക് ഉറപ്പ് തരണം എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. മൂന്നാമത്തത്, ലെബനാനിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. ലെബനാനിൽ ഇപ്പോൾ ലെബനാൻ യഥാർത്ഥത്തിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയല്ല, ലെബനാനിൽ ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു വരുന്നു. സൈനിക നഷ്ടങ്ങളുണ്ട്, ടാങ്ക് നഷ്ടങ്ങളുണ്ട്, യുദ്ധവിമാന നഷ്ടമുണ്ട്, പലതും നടക്കുന്നുണ്ട്. ഇവിടെ ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാലം തകർക്കുന്നു, സമാനമായ രീതിയിൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാൻ ഇസ്രായേലിൻ്റെ പാലവും തകർക്കുന്നു. അങ്ങനെ രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ്. എന്നാലും നഷ്ടമില്ലാത്തത് നഷ്ടമായിട്ടാണ് യുദ്ധത്തിൽ വിളിച്ചു പറയേണ്ടത്. അതുപോലെയാണ് ഇപ്പോൾ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, ലെബനാനുമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അപ്പം തന്നെ അവിടെ വലിയ വിഷയങ്ങൾ വരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈനികരുടെ കൈമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ലെബനാനുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും വിഭാഗത്തെ ഇവർ പിടിച്ചു വെച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. മരണം ഒരുപാട് നടന്നിട്ടുണ്ട് എന്നല്ലാതെ. നേരെ മറിച്ച് ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന സൈനികരെ പിടിച്ചു വെച്ചു എന്നിട്ട് വില പേശാൻ വേണ്ടിയിട്ടാണ്. അത് ഈ മേഖലയിൽ സാധാരണ ഉണ്ടാകുന്നതാണ്. ആ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇറാൻ പറഞ്ഞിരിക്കുന്ന ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൽ ഇടപെടാൻ പാടില്ല, അവരുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. അടുത്തത് നാലാമത്തത്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം. ഉപരോധം ഇനി ഉണ്ടാകാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയും മൂല്യ ഇടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിൻ്റെയും കാരണക്കാരൻ അമേരിക്കയാണ്. അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് തങ്ങളുടെ രാജ്യത്ത് ഉപരോധം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് സാമ്പത്തിക വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്. ഡോളർ ഉപയോഗിക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇറാന് അവകാശമില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പുതിയ ഉത്തരവ്. ഡോളറിൻ്റെ വിനിമയം, അതായത് ഇറാൻ്റെ കൈവശത്തിലുള്ള ഡോളർ ഉണ്ടെങ്കിൽ അതൊരിക്കലും അമേരിക്ക സ്വീകരിക്കില്ല. അവർക്കത് വിനിമയം ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപരോധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം. അങ്ങനെ അത് സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കായി സാമ്പത്തിക ഉയർച്ച ഞങ്ങൾക്കുണ്ടാവും. അതിൽ പിന്നെ അമേരിക്ക ഇടപെടാൻ പാടില്ല. അതാണ് ഉപരോധ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അഞ്ചാമത്തത്, ഇറാൻ്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം. ആരാ സഖ്യകക്ഷികൾ? അതിൽ ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട്, ഹൂത്തികളുണ്ട്, ഇറാഖിലെ ഷിയ മിലിഷ്യകളുണ്ട്, പാലസ്തീനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട്, പാലസ്തീനിലെ വിഭാഗങ്ങൾ, പാലസ്തീനിലെ ഗസയിലെ ഹമാസ് ആണെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പേര് ഇതിനു മുമ്പ് പുറത്ത് വിട്ടിരുന്നു. അത് ഇറാനുമായിട്ട് ടച്ച് ഉള്ളതാണ്. അത് ഹമാസിനെ പോലെ അത്ര സജീവമായിരിക്കുന്ന ആയുധ ശേഖരം നടത്തിയിരിക്കുന്ന വിഭാഗമായിട്ടില്ല എന്ന് മാത്രം. ഇത്ര ഒരു വിഭാഗത്തെ ആക്രമിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സഖ്യകക്ഷികളെയും ബന്ധപ്പെട്ടവർ ആക്രമിക്കരുത് എന്ന് പറയുന്നതെല്ലാം ഇസ്രായേലിനെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേലിനെ തൊട്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ആറാമത്തത്, $2 മില്യൺ ഇറാന് നഷ്ടം വാങ്ങും. ഇത് ഔദ്യോഗികപരമായ രീതിയിൽ അംഗീകരിക്കപ്പെടണം. അത് ഉദ്ദേശിക്കുന്നത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പൽ കടന്നു പോകണമെങ്കിൽ തങ്ങൾക്ക് ചുങ്കം വേണം.
അത് നിയമപരമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് നിയമം കൊണ്ടുവരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള യുദ്ധനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് പോംവഴികളൊന്നും ഇല്ല എന്നുള്ളത്. സാമ്പത്തിക നഷ്ടം അവർ വേറെ ചോദിച്ചിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേൽ തങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം തരണം, 2025 2026 കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് തരും, നഷ്ടം തന്നേ മതിയാകൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിലുള്ള സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഈ കടലുമായി അതിർത്തി ബന്ധപ്പെട്ട കടലുമായിട്ട് ബന്ധപ്പെട്ട്, ഓർമുസ് കടലാണെങ്കിൽ പോലും ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്കാരുടെ റോളൊന്നുമില്ല. അത് പറയാനുള്ള കാര്യം, തങ്ങൾ രണ്ടുപേരും, അതായത് ഇറാനും അമേരിക്കയും കൂടിയാണ് ഓർമുസ് കടൽ നിയന്ത്രിക്കുക എന്നൊരു പരാമർശം ഇതിനു മുമ്പ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്, സുരക്ഷ ഞങ്ങളാണ് കൊടുക്കുക, ഈ മേഖലയിലൂടെ വരുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ മാത്രം ഇറാൻ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് വേറൊരാളുടെ സഹായം വേണ്ട, അമേരിക്കയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയാണ് ഉദ്ദേശിച്ചത്. സുരക്ഷ ഞങ്ങൾ നൽകും, പണം ഞങ്ങൾ വാങ്ങും, അവരെ ഞങ്ങൾ കടത്തി വിടുകയും ചെയ്യും. ഒമാനും ആയിട്ട് അത് പണം വീതിച്ചെടുക്കും എന്നുള്ള ഭാഗം അതിൽ പറയുന്നുണ്ട്. അതായത് ഈ ഓർമുസ് കടലിൽ നിന്ന് ഒരു കപ്പലിന് $2 മില്യൺ കിട്ടുന്ന സമയത്ത് അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ്, ഒന്ന് ഇറാനാണ്, പിന്നീട് ഒമാനാണ്. ഞങ്ങളത് വീതിച്ചെടുക്കും എന്ന് പരാമർശം പറയാതെ വളരെ കുറഞ്ഞ, അതായത് 90-ൽ നിന്ന് ഒരു 10% കൊടുക്കാൻ സാധ്യതയുള്ള. കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കാരണത്താലാണ് ഈ പണം കിട്ടുന്നത്. ഇറാൻ്റെ യുദ്ധം ചെയ്തിട്ടാണ് പണം കിട്ടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒമാൻ വിലപേശലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ സാധ്യത കുറവാണ്. പക്ഷേ അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഇറാനെ പറയുമ്പോൾ അത് അതിൻ്റേതായിരിക്കുന്ന രാഷ്ട്രീയ ഗുണം ഇറാൻ ഉണ്ടാകും എന്നുള്ളത് കൃത്യമാണ്. അത് അമേരിക്കയെ പോലും അത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒമാനെക്കുറിച്ചുള്ള പരാമർശം. 7-മത്തത്, ആണവ കരാർ സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് അംഗീകരിക്കണം. ലോകത്തെല്ലാ പരമാവധി രാജ്യങ്ങളിലെല്ലാം ആണവായുധം എന്ന് പറയുന്നത് കരണ്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇറാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ആണവായുധത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല, അത് തങ്ങളോട്ട് അംഗീകരിക്കുകയില്ല. അപ്പോൾ ആണവ സമാധാന കരാർ എന്ന് പറഞ്ഞാൽ സമാധാന ആവശ്യത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കണം. അത് പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാൻ വിഷയമൊന്നുമില്ലല്ലോ. IAEA ഇറാനിലേക്ക് പ്രവേശിക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ എത്രയോ കാലം ഇവിടെ ഉണ്ടായിരുന്നു, എത്രയോ പരിശോധനാ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് എവിടെയും ആണവായുധം കിട്ടിയിട്ടില്ല. ആണവായുധം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കരാർ എന്ന് പറയുന്നത് സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അംഗീകരിക്കണം. അതായത് ആണവ കരാറാണ് പറയുന്നത്. 8-മത്തെ കാര്യം എന്ന് വെച്ചാൽ മിസൈൽ നടത്തുന്നത് തങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യമാണ്. രാജ്യത്തെ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുധ നിർമ്മാണം എന്ന് പറയുന്നത്. എല്ലാ ലോക രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് മിസൈൽ എന്ന് പറയുന്നത്. അത് തങ്ങളുടെ അവകാശമായിട്ട് തന്നെ അംഗീകരിക്കണം, അത് ഇടപെടാൻ പാടില്ല. ഈ കാര്യമാണ് അതിൻ്റെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇസ്രായേൽ മുന്നോട്ട് വെച്ചയും അമേരിക്ക മുന്നോട്ട് വെച്ച 2 കാര്യത്തിലും കരാർ വ്യവസ്ഥയിലും അവരുടെ മിസൈൽ നിർമ്മാണം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അമേരിക്ക പറഞ്ഞ 5 വർഷമാണ്, ഇസ്രായേൽ പറഞ്ഞത് എല്ലാ കാലത്തുമാണ്, പൂർണ്ണമായ രീതിയിൽ എന്നുള്ളതാണ്. അത് പിന്നെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, മിസൈൽ നിർമ്മിക്കുക എന്നുള്ളത് ആയുധമാണ്, തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴത്തെ നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഈ മിസൈൽ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഇറാൻ പറഞ്ഞു. അതായത് മിസൈൽ നിർമ്മാണം തങ്ങളുടെ അവകാശമായിട്ട് അംഗീകരിക്കണം. 9-മത്തത്, US-ൻ്റെ സൈന്യം പൂർണ്ണമായ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് പിന്മാറണം. അത് ചുറ്റുഭാഗത്തൊക്കെ പല രാജ്യങ്ങളിലായിട്ട് ഒളിച്ചിരിക്കുന്നത്, കള്ളന്മാരെ പോലെ ഒളിച്ചു നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഒളിത്താവളങ്ങളിൽ നിൽക്കുകയാണെന്ന് ആവശ്യത്തിന് പുറത്തിറങ്ങുക, എന്നിട്ട് ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും. ജോർദാനൊക്കെ അതിൽ എണ്ണപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉദ്ദേശിച്ചത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക സംവിധാനത്തിൻ്റെ പിന്മാറ്റമാണ് എന്നൊരു അഭിപ്രായം പ്രബലമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പറയുന്ന സമയത്ത് അമേരിക്കയുടെ ഒരുപാട് സൈനികർ അറേബ്യൻ രാജ്യങ്ങളുണ്ട്, സൈനിക താവളങ്ങളുണ്ട്, സൈനിക ബേസ് ഉണ്ട്, അവിടെ നിന്ന് ആക്രമിക്കുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇറാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അമേരിക്കയുടെ സൈനികർ കൂട്ടത്തോടു കൂടി തങ്ങളുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, പിൻവലിയണം എന്നുള്ളതാണ്. 10-മത്തത്, ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഏതൊരു കാലം വന്നു കഴിഞ്ഞാലും ഇറാന് സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യ പദവിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, രാജ്യത്ത് ഭരണഘടനയുണ്ട്, ജനാധിപത്യപരമായ രീതിയിൽ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അതിന് അധികാരവും സ്വാതന്ത്ര്യമുണ്ട്. അവരാണ് ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അതിൽ ഈ ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ നിരന്തരം ഇടപെടുന്ന ഒരു പ്രവൃത്തികൾ പല ഘട്ടങ്ങളിലായിട്ടും അമേരിക്ക ചെയ്യാറുണ്ട്. അത് അനുവദിക്കുകയില്ല, അത് ചെയ്യരുത് എന്നുകൂടിയാണ് 10-മത്തെ
ഇവരുടെ നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, എന്നാൽ ഈ നിർദ്ദേശം അപ്പാടെ തന്നെ ഈ ട്രംപ് സ്വീകരിച്ചിട്ടില്ല, തങ്ങൾ പഠിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഏതായിരുന്നാലും ഇറാൻ്റെ കോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും പന്തുള്ളത്. ഇറാൻ്റെ തീരുമാനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അത് തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. അവരുടെ നിലപാട് മാറ്റമാണ് യുദ്ധത്തിൻ്റെ വിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.